പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. മഴ പെയ്ക്കോ? ഞാൻ കോരി എടുക്കട്ടെ. വെള്ളം ഒന്ന് കോരി എടുക്കാൻ സമ്മതിക്കോ? മഴ ഇപ്പൊ വീഴും. പാട്ടുപാടി ഒരു കഥ പറയാം. അല്ല, നിന്റെ ആങ്ങളെ വരെ കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യമൊക്കെ എന്തായി? എന്താവാൻ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും ചെയ്തോളാം വേണ്ട. എവിടെയെങ്കിലും കിടക്കണ കുഞ്ഞിനെ ഈ കുടുംബത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓ, സമ്മതിക്കരുതേ. ആ, സമ്മതിക്കൂല. ഉള്ള കാര്യം തന്നെ. ഡാഡി കുഞ്ഞിക്കിളിയേ. ഹലോ. ആ, പറഞ്ഞോ. ഇന്നാ? അതെയോ? ആ, ഓ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ ഉണ്ടാവും. ഓ, പിന്നെ കാണാടേ. പിന്നെ അങ്ങനെ കഴിയാൻ പറ്റുമോ? ഓ, നീ ഒരു കാര്യം ചെയ്യ്. പാർട്ടി ഓഫീസിലോട്ട് വാ. ഞാൻ അവിടെ വരാം. ആ, ഓ, ശരി. ഓക്കെ, ഞാൻ ഇറങ്ങും. സംഗതി കൈവിട്ടു പോയി. ഇവളിപ്പോ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലടി. ഇവളിപ്പോ ഞാൻ എപ്പോ ഓഫീസിൽ പോകണമെന്ന് അറിഞ്ഞൂടാ, എപ്പോ ഓഫീസ് തിരിച്ചു വരുമെന്ന് അറിഞ്ഞൂടാ. ഇവർക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. 24 മണിക്കൂറും വരാൻ പോകുന്ന കൊച്ചിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയുള്ളു. എന്റെ ഏട്ടാ ചുമ്മാതാ. ഈ ഏട്ടന് ഏത് സമയം ഇപ്പൊ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നാത്തൂനെ. എപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുവാണേ, ഈ കട്ടില് കുറച്ച് വലുതാക്കണ്ടേന്ന്. പിന്നെ കൊച്ചു കൂടെ വന്നാ കിടക്കണ്ടേ? ചെറിയ കട്ടിലല്ലേ, വലുതാക്കണ്ടേ? 3 പേർക്ക് പ്രാക്ടിക്കൽ ഒരു കാര്യം പറഞ്ഞാണ്. കൊച്ചൂടെ വരുമ്പോ നമ്മള് ഇപ്പൊ ചെറിയ കെട്ടിലല്ലേ അടിയത്, നമുക്ക് രണ്ടുപേരും കുഴപ്പമില്ല. ഈ കൊച്ചൂടെ വരുമ്പോ നടക്ക് കിടത്തല്ലേ അവനെ. അപ്പൊ അതൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പൊ ഞാൻ മാധുമേശി കളിച്ച് പറഞ്ഞായിരുന്നു. എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ടാണ് അവളെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? അല്ലടാ, ഞാൻ കഴിഞ്ഞിട്ട് ഈ പൊടിക്കൊച്ചിനെ കിട്ടുമോ? അങ്ങനെയാണോ എടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ പൊടിക്കൊച്ചാണെങ്കിൽ ഭയങ്കര പാടായിരിക്കുമല്ലോ. പാല് കൊടുക്കണം, കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ വലിയ പാടായിരിക്കും. പക്ഷേ വലിയ കൊച്ചാണെങ്കിൽ ഒരു 4 വയസ്സൊക്കെ 4-5 വയസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ നമുക്ക് അറിഞ്ഞൂടാ, ആപ്ലിക്കേഷൻ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. പേപ്പറൊക്കെ ഏകദേശം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അമ്പിളിക്കുട്ടി എങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷം. എന്താണെങ്കിലും ഒരു ആൺകൊച്ചിനെ കിട്ടിയാ മതിയായിരുന്നല്ലോ നാത്തൂനെ. അതാവുമ്പോഴേ അവന്റെ ഓട്ടവും ചാട്ടവും കുസൃതിയും കാണാൻ എന്ത് രസമായിരിക്കും. പക്ഷെ എനിക്ക് പെങ്കൊച്ചാണ് ഇഷ്ടം. കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട്, മുടിയൊക്കെ 2 സൈഡ് ഇങ്ങനെ പിന്നിട്ട്. പിന്നെ വരുമ്പോ തന്നെ മുടി ഇത്ര എങ്ങനെ ഇരിക്കാ? അല്ല, ഉള്ളത് പിന്നീടാലോ നമുക്ക്. ഞാനേ കൊറേ താരാട്ട് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിന്? കൊച്ചിന് ഉറക്കൊക്കെ ഉണ്ട്. നീ പഠിച്ചു വെച്ച പാടരുത്, കൊച്ചിറങ്ങി ഓടും. നല്ല കാഴ്ച. ഒന്ന് കുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. കാലത്ത് അടിച്ചടിയാണ്. ഓ, അയ്യോ, എന്തൊരു അതെ, കുടുംബ സംഗമമാണോ ഗൂഢാലോചനയാണോ ഈ പാവപ്പെട്ടനെ വെളിയിലാക്കാനുള്ള? നേരം കാലൊന്നുമില്ലല്ലോ ഇപ്പൊ. അങ്ങോട്ട് ദാദാ വഴി ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്റെ അളിയൻ. പക്ഷേ അവന് ഞാനുമല്ല. അങ്ങനെ പറഞ്ഞു? ഇല്ലേ, നമ്മളെ ഒന്നും വേണ്ടല്ലോ നിനക്കിപ്പോ. ഇല്ല, നിനക്കിപ്പോ ഉണ്ണിയല്ലേ വേണ്ട. ഉണ്ണി തുടങ്ങി. ഏതുണ്ണി? കുഞ്ഞുണ്ണി അതിന്റെ ചിന്തയല്ലേ ഉള്ളൂ. നമ്മളതാ പറഞ്ഞിട്ട് രാവിലെ. ഓ, നമ്മക്കങ്ങനെ രാവിലെ രാത്രി ഒന്നും ഇല്ലല്ലയാ. കുറെ നാളായിട്ടൊരു കുഞ്ഞു കൊട്ടേഷൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഇന്ന് ചാലുവായി. അതിന്റെ ചില്ലറ കമ്മീഷൻ കിട്ടി, ഉള്ളോളം അടിച്ചു. ഓ, അതെ, നിങ്ങളൊരു കുഞ്ഞിന്റെ പേരിൽ എന്നെ തല്ലിയ മനുഷ്യനാണ്. അതും എവിടെയോ കിടക്കണ
എങ്ങാണ്ടോ ഉള്ള ആരെന്ന് പോലും അറിയാത്ത ഇവിടെ വരാത്ത കുഞ്ഞിന്റെ പേരിൽ എന്റെ തല്ലിയാളാ. ഒന്നും ക്ലീറ്റോ മറന്നിട്ടില്ല, നീ അത് മറക്കയില്ല. തുടങ്ങി വിളിച്ചോണ്ട് പോയിന്ന് മാറിയിട്ട് പറ്റില്ല. അയ്യോ, ഒരു നൈശ്യ ബ്രഹ്മചാരി മാന്യൻ. എന്താടാ ബ്രഹ്മചാരി എന്താ സംശയം ഉണ്ടായില്ലേ? ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പില്ല, അമ്മാവനായിപ്പോയി. രാവിലെ ഉടക്കണ്ട പൊയ്ക്കാ. കൈ വിടറി, എന്നെ ആരും പിടിയില്ല, എനിക്കറിയാം നടക്കാം കേട്ടാ. ഓ വെള്ളം കുടി, ഒന്നും പറയണ്ട. എന്നെ വിടറി മോളെ. ഒരു പാട്ട് ഞാൻ പറഞ്ഞത് കേട്ടാ. ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ലപ്പൈങ്കിളി, ഊഞ്ഞാലിന്റെ കയറും പൊട്ടി മൂക്കൂത്തിനെ താഴെ വീഴലിന്റെ പൈങ്കിളി. പോരെ ഞാൻ പാടറി. ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ വാല ഗോപാല നീ എണ്ണാതെ സംസാരിക്കാൻ അതൊരു വിഷമായിരുന്നു. അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിച്ചില്ലല്ലോ. ഇല്ല. വാ.